വീണ്ടും ഒരു പെസഹായുടെ രാത്രി. വിരുന്നൊരുക്കി കർത്താവ് കാത്തിരിക്കുകയാണ്. താൻ ഒരുക്കിയ പന്തിയിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിൻ്റെ ആഴവും ശൂന്യതയുമെല്ലാം നന്നായി അറിഞ്ഞു തന്നെയാണ് ആ കാത്തിരിപ്പ്. വീണ്ടും ആ പന്തിയിലേക്ക് നടക്കുമ്പോൾ ഈ ബോധ്യമാണ് നമ്മുടെയും ബലം. നമ്മെ നന്നായി അറിയുന്നവൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മെ നന്നായി അറിയുന്നവനാണ് നമ്മെ വിളിക്കുന്നത്. അവിടെ ജീവൻ്റെ വെളിച്ചമുണ്ട്, അവിടെ സ്നേഹത്തിൻ്റെ തണലുണ്ട്, അവിടെ നമ്മുടെ പ്രതീക്ഷകൾക്ക് പ്രഭാതങ്ങളുണ്ട്, നമ്മുടെ ദുഃഖഭാരങ്ങൾക്ക് അസ്തമയങ്ങളുണ്ട്. പെസഹ ക്രിസ്തുവിൻ്റെ ജീവൻ നൽകുന്ന ശക്തിയിലേക്ക് പങ്കാളികളാകുവാനുള്ള വലിയ ക്ഷണമാണ്. ക്രൂശിൽ മുറിവേറ്റ് മരിച്ചവനെ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. അവിടെ അവൻ അപ്പത്തെ സ്വന്തം ശരീരമായും വീഞ്ഞിനെ സ്വന്തം രക്തമായും മാറ്റി. ഈ രഹസ്യത്തിൽ ക്രിസ്തു തന്നെ നമുക്ക് നൽകുകയാണ്. രഹസ്യങ്ങളുടെ മാളികമുറി മാത്രമല്ല കർത്താവിൻ്റെ വിരുന്നുശാല. അവർണ്ണനീയമായ എളിമയുടെ പ്രവൃത്തിയിൽ കർത്താവിത മുട്ടുകുത്തുകയാണ്. രഹസ്യങ്ങളുടെ മാളികമുറി പെട്ടെന്ന് ദാസ്യത്തിൻ്റെ വേലസ്ഥലമായി രൂപാന്തരപ്പെടുകയാണ്. ദൂതന്മാർ ആരാധിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിട്ട് മാറുകയാണ്. തൻ്റെ ശിഷ്യരുടെ കാലുകളെ കർത്താവ് കഴുകുകയാണ്. സ്വർഗം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ അഴുക്കിലേക്ക് ചാഞ്ഞു വരുന്ന ആ കാഴ്ച വീണ്ടും നമ്മുടെ മുൻപിൽ തുറക്കുകയാണ്. ഈ വിസ്മയത്തിൻ്റെ രാത്രിക്ക് അവസാനമില്ല പ്രിയരെ. എല്ലാ കുർബാനകളിലും പാപത്തിൽ വീണുപോയവനിലേക്ക് നീണ്ടു ചെല്ലുന്ന എല്ലാ കരുണയുടെ കരങ്ങളിലും പെസഹായുടെ വിസ്മയങ്ങൾ തുടരുകയാണ്. ആ വിസ്മയത്തിൻ്റെ പന്തിയിലേക്ക് നമുക്കും നടക്കാം. എല്ലാം അറിയുന്നവൻ്റെ സന്നിധി തരുന്ന നിറവാണ് പെസഹായുടെ ആനന്ദം. അതിൽ നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന് സ്തുതി.